പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ലേസർജെറ്റ് പ്രിന്ററായ കനോൺ LBP122DW എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. പ്രിൻ്ററിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷൻ ഇവിടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 071 കാറ്റേജാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. ആ സീരീസ് തന്നെ ജെന്യൂൻ കാറ്റേജ് ഉപയോഗിക്കാൻ നോക്കുക. വൈഫൈ പ്രിൻ്ററാണ് ഇത്. നിങ്ങൾക്ക് വൈഫൈ ത്രൂ ഈ പ്രിൻ്റർ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ യൂസർ മാനുവലും എല്ലാം ഉള്ളൊരു കിറ്റാണ് വരുന്നത്. അല്ലേ, യൂസർ മാനുവൽ സെറ്റപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ USB കേബിളാണ്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ പവർ കോഡ്, പ്രിൻ്ററിലേക്ക് പവർ വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു ഇത് മാറ്റി വെച്ചു. ഓക്കെ, ഇനി പ്രിൻ്റർ നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കുന്ന സമയത്ത് വളരെ കെയർ ചെയ്തിട്ട് തന്നെ വെക്കണം. ബോക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രിൻ്റർ കാണുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ട് തെർമോകോപ്പീസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഏകദേശം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ കവർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കവർ ഇനി നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് പൊടിപടലുള്ള ഏരിയയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രിൻ്ററിനെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ തുണി കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് പ്രിൻ്റർ ഓൺ ആക്കുകയല്ല, നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് സ്റ്റിക്കേഴ്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്ററിൻ്റെ കാറ്റേജ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഒരിക്കലും പ്രിൻ്ററിൻ്റെ ബോഡി പാർട്സുകൾക്ക് ഡാമേജസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാറൻറ്റി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ കഴിയുന്നതും അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കൂടെ ഒരു ഇനീഷ്യൽ കാറ്റേജ് വരുന്നുണ്ട്. ഇവിടെയും കുറേ ഓറഞ്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരിക്കണം. ഓരോന്നോരോന്നായിട്ട് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇനി കാറ്റേജിൻ്റെ ഇവിടെ കാണുന്ന ഈ പേപ്പർ പീസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇനി ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കാറ്റേജ് ആദ്യം ഒന്ന് പുറത്തോട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോരുന്നതാണ്. ഇതിന് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല, കണ്ടില്ലേ, എല്ലാം പ്ലെയിനാണ്. വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് തിരിച്ച് കാറ്റേജ് അതിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ലോക്ക് കറക്റ്റായിട്ടെങ്കിൽ മാത്രമേ പ്രിൻ്റ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ട്രാൻഡ് പേപ്പർ വെക്കുന്ന ട്രാൻഡ് അവിടെയും ഓറഞ്ച് സ്റ്റിക്കർ കാണുന്നുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റിക്കറെല്ലാം കംപ്ലീറ്റ് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റർ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് പ്രിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.